മലയാള സിനിമാ രംഗത്തെ ഒരു കാലത്തെ താരറാണിയായിരുന്നു നടി ഷീല. ഷീലയ്ക്ക് ലഭിച്ചതുപോലുള്ള കഥാപാത്രങ്ങൾ പിൽക്കാലത്ത് വന്ന നായികമാരിൽ ചുരുക്കം പേർക്കേ ലഭിച്ചിട്ടുള്ളൂ. പ്രശസ്തമായ നോവലുകൾ സിനിമയാക്കിയപ്പോൾ അതിലെ നായിക ഷീലയായിരുന്നു. ടൈറ്റിൽ റോളുകളിൽ നടി അഭിനയിച്ചിരുന്ന കാലം. ഒരു ഘട്ടത്തിൽ സിനിമാ രംഗത്തു നിന്നും പൂർണ്ണമായി മാറി നിന്ന ഷീല പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് അഭിനയ രംഗത്തേക്ക് തിരിച്ചു വന്നത്. ഇന്ന് അഭിനയ രംഗത്ത് ഷീല സജീവമല്ല. അടുത്തിടെ പുറത്തിറങ്ങിയ അനുരാഗം എന്ന സിനിമയിലാണ് ഏറെക്കാലത്തിന് ശേഷം ഷീലയെ കണ്ടത്. ചെന്നൈയിലാണ് നടി മകനും കുടുംബത്തിനുമൊപ്പം താമസിക്കുന്നത്. ഷീല മുമ്പൊരിക്കൽ പങ്കുവച്ച പഴയകാല സിനിമാ അനുഭവങ്ങൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ്. ഗോസിപ്പുകൾ താൻ നായികയായിരുന്ന കാലത്തും ഉണ്ടായിരുന്നെന്നും എന്നാൽ ഇതൊന്നും താൻ കാര്യമാക്കിയിട്ടില്ലെന്നും ഷീല വ്യക്തമാക്കി. മുമ്പൊരിക്കൽ മനോരമ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ഷീല ഓർമ്മകൾ പങ്കുവച്ചത്. പണ്ടൊക്കെ പത്രങ്ങളായിരുന്നു, ഞങ്ങളുമായി വലിയ അടുപ്പമായിരുന്നു. ഒരു കാര്യമുണ്ടെങ്കിൽ വിളിച്ചു പറയും, അവരുടെ കല്യാണത്തിന് പോകും. ഇപ്പോൾ ഒരുപാടായിപ്പോയി. അക്കാലത്തെ ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു. അതൊക്കെയല്ലേ രസം. ഗോസിപ്പില്ലെങ്കിൽ നമ്മൾ ഒന്നുമല്ല, ചത്തുപോയി. ജീവിച്ചിരിക്കുന്ന വെജിറ്റബിൾ പോയി. ഗോസിപ്പുണ്ടെങ്കിലേ ലൈം ലൈറ്റിൽ നിൽക്കാൻ പറ്റൂ. നമ്മളെക്കുറിച്ച് ഒരു ഗോസിപ്പ് വരുന്നെന്ന് വച്ചാൽ നമ്മൾ വലിയ ആളാണെന്നല്ലേ അർത്ഥമെന്നും അന്ന് ഷീല ചോദിച്ചു. പുതിയ കാലത്തെ നടിമാരുടെ ഡയറ്റിങ്ങിനെക്കുറിച്ചും അന്ന് ഷീല സംസാരിച്ചു. ഇപ്പോഴത്തെ നടിമാരുടെ കാര്യത്തിൽ എനിക്ക് വലിയ സങ്കടമാണ്. ഞങ്ങളുടെ കാലത്ത് അപ്പോഴുണ്ടായിരുന്ന അംബിക, സാവിത്രി തുടങ്ങിയ നടിമാർക്കൊക്കെ നല്ല തടിയാണ്. ഞാൻ മെലിഞ്ഞിട്ടായിരുന്നു. നന്നായി കഴിക്കും, നെയ്യ് ഒഴിച്ച് കഞ്ഞി കുടിക്കും, മുട്ടയും കഴിക്കും. ചെമ്മീനിലൊക്കെ നല്ല വണ്ണമുണ്ടായിരുന്നു എനിക്ക്. എന്നാൽ ഇപ്പോഴത്തെ നടിമാർക്ക് എന്ത് കഷ്ടമാണ്. കാലത്ത് ചെറിയൊരു ബ്രെഡ്, ഉച്ചയാകുമ്പോൾ ഒരു ചിക്കൻ, അതിൻ്റെ എണ്ണയൊക്കെ എടുക്കും. ഇത്രയും സമ്പാദിച്ചിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ടോ? സ്വർണ്ണക്കൂട്ടിലാണ് നടീനടന്മാരുടെ ജീവിതം. പിന്നെ ഒരു കാര്യം, കലാകാരന്മാർക്ക് മരണമില്ല. മരിച്ചാൽ പോലും ഞങ്ങൾ ചലിച്ചുകൊണ്ടേയിരിക്കുമെന്നും ഷീല ചൂണ്ടിക്കാട്ടി. പ്രായത്തെ അംഗീകരിക്കാൻ തനിക്ക് വൈമനസ്യമില്ലെന്നും ഷീല വ്യക്തമാക്കി. നായികമാർക്ക് പ്രായം പ്രശ്നമല്ല, അതിനനുസരിച്ചുകൊണ്ടുള്ള കഥാപാത്രങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. എത്ര സിനിമകളിൽ പാട്ടുപാടി മരം ചുറ്റി പ്രണയിച്ച് അഭിനയിക്കും. നായികയായി അഭിനയിക്കുന്ന കാലത്ത് തന്നെ മകനെ നിനക്ക് വേണ്ടി എന്നൊരു സിനിമയിൽ പ്രേം നസീറിൻ്റെ അമ്മയായി അഭിനയിച്ചിട്ടുണ്ട്. തിക്കുറിശിയുടെയും സത്യൻ്റെയും അമ്മയായി അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു മാറ്റം ആവശ്യമായിരുന്നു. കാരണം എല്ലാ പടത്തിലും പ്രേമിച്ച് മതിയായിരുന്നെന്നും ഷീല വ്യക്തമാക്കി.